കപ്പയും പ്രമേഹവും എന്നാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ആഹാരങ്ങളൊന്നാണ് കപ്പ. ഇത് കഴിക്കാമോ കഴിക്കാൻ പാടില്ലയോ എന്ന് പലരും ചോദിക്കാറുണ്ട്. കപ്പ കഴിക്കാം, പക്ഷെ അതിനു മുമ്പ് നമ്മൾ ചില വസ്തുതകൾ അറിഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കപ്പ ഏറ്റവും കൂടുതൽ ഷുഗർ കൂടിയ കിഴങ്ങുകളിൽ ഒന്നാണെന്ന് മനസ്സിലാക്കണം. 38% തൊട്ട് 40% വരെയാണ് കപ്പയിലെ കാർബോഹൈഡ്രേറ്റ്. അരിയിൽ ഇത് ഏതാണ്ട് 73% തൊട്ട് 80% വരും. അപ്പോൾ അരിയിലുള്ളതിന്റെ പകുതി ഷുഗറാണ് കപ്പയിലുള്ളതെന്നുള്ള കാര്യം വ്യക്തമാണ്. പിന്നെ കുത്തി വെളുപ്പിച്ച അരിയിൽ ഇല്ലാത്ത ചില പോഷക മൂല്യങ്ങൾ കപ്പയിലുണ്ട്. ഒന്ന്, പൊട്ടാസ്യം ധാരാളമായിട്ടുണ്ട്, വിറ്റാമിൻ എ ഉണ്ട്, ധാരാളം ഫൈബർ ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്. അതുകൊണ്ട് അരിയേക്കാൾ ഭേദമാണ് കപ്പ എന്ന് പറയാം. പക്ഷെ കപ്പയിൽ പ്രോട്ടീൻ കാര്യമായിട്ടില്ല, ഒരു 1.5% ഉള്ളൂ. അതുകൊണ്ട് കപ്പ സമീകൃതമാകണമെങ്കിൽ കപ്പയുടെ കൂട്ടത്തിൽ പയറുവർഗ്ഗങ്ങളും ചേർത്തിനാണ് പുഴുക്കാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കപ്പയും മത്സ്യവും വേണ്ടി കഴിക്കാം. പിന്നെ പ്രമേഹമുള്ളവരെ സംബന്ധിച്ച് അത്ര സുഖകരമല്ലാത്തൊരു വാർത്ത, കപ്പയിൽ സൈനോജനിക് ഗ്ലൈക്കോസിസ് എന്നൊരു ആന്റി ന്യൂട്രിയന്റ് ഉണ്ട്. ഇതൊരു പരിധി വരെ പോയിസൺ ഉള്ള വസ്തുവാണ്. ഇതാണ് കപ്പയിലെ പ്രധാന വില്ലൻ. ഇതുകൊണ്ടാണ് കപ്പ കൂടുതൽ കഴിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു മന്ദിപ്പ് പോലെയൊക്കെ തോന്നാറുണ്ട്, ക്ഷീണമൊക്കെ തോന്നാറുണ്ട്. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് പശു കപ്പയുടെ ഇല കഴിച്ചിട്ട് അതിന്റെ വയറ് വീർത്തു വരുന്നു, പശുക്കുട്ടി മരിച്ചു പോയി എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഈ പോയിസൺ കൂടി വന്നിട്ടാണ്. ഇത് നമ്മളുടെ ലിവറിന് കേടാണ്, ഇത് നമ്മളുടെ ഹാർട്ടിന് കേടാണ്, നമ്മളുടെ ഓക്സിജൻ കപ്പാസിറ്റി കുറയ്ക്കും, അതുപോലെ നമ്മുടെ കിഡ്നിക്ക് കേടാണ്. കൂടാതെ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകളുടെ ശേഷി കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രമേഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പച്ചക്കപ്പ നല്ലൊരു ആഹാരമല്ല. കപ്പയെ സേഫ് ആക്കാൻ ചെയ്യേണ്ടത് ധാരാളം വെള്ളത്തിൽ വേവിക്കുക, 1-2 പ്രാവശ്യം ആ വെള്ളം ഒഴുക്കി കളയുക. അതിനുശേഷം വേണം നമ്മൾ കപ്പയെ ഉപയോഗിക്കാൻ. ഉണക്കക്കപ്പയും വാട്ടുകപ്പയും പച്ചക്കപ്പയേക്കാളും സേഫാണ്. അതുപോലെ റോഡ് സൈഡിൽ ഇപ്പോൾ പച്ചക്കപ്പ വറുത്ത് വെച്ചിരിക്കുന്ന ധാരാളം സ്റ്റാളുകൾ കാണാം. ഒരു പീസ് പോലും നമ്മൾ ആരും കഴിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് പ്രമേഹമുള്ളവരെ കപ്പയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. കപ്പ കഴിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. കപ്പയിലും ഷുഗർ ഉണ്ട്, അരിയിലും ഷുഗർ ഉണ്ട്. അതുകൊണ്ട് കപ്പയും കഞ്ഞിയും നല്ല ഭക്ഷണമല്ല. കപ്പ കഴിക്കുമ്പോൾ കപ്പ മാത്രം കഴിക്കുക, കഞ്ഞി കഴിക്കുമ്പോൾ കഞ്ഞി മാത്രം കഴിക്കുക. ഇത് തമ്മിൽ മിക്സ് ചെയ്ത് കഴിക്കുന്ന മലയാളിയുടെ ശീലം നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതല്ല.